He now suddenly complains of shortness of breath, chest pain on inspiration. മൂവ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ക്ലോട്ടിനെയാണ് നമ്മൾ എംബോളിസം അല്ലെങ്കിൽ എംബോള എന്ന് പറയുക. സോ നോക്കിയേ, പൾമിനറി ആർട്ടറീസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് നമ്മുടെ പൾമിനറി ആർട്ടറി ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ കയറിയിട്ട് അത് ഒബ്സ്ട്രക്ട് ചെയ്യും. ഓപ്ഷൻ ബി, ഇനിഷ്യേറ്റ് ഹൈ ഫ്ലോ ഓക്സിജൻ ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് നമ്മുടെ GCC എക്സാംസിലെ നോക്കി പിയേഴ്സൺ വ്യൂ എക്സാംസിൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് കേട്ടോ. അതായത് നമുക്കറിയാം ഈ പിയേഴ്സൺ വ്യൂ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാദ് അല്ലെ, അതായത് അബുദാബിയിലേക്ക് പോകാനുള്ള എക്സാം, അതുകൂടാതെ തന്നെ ഒമാൻ അല്ലെ, ഒമാൻ്റെതും ഈ പറഞ്ഞ പിയേഴ്സൺ വ്യൂ ആണ് എക്സാം നടത്തുക. എസ്പെഷ്യലി ഈ അബുദാബി അതുകൂടാതെ ഒമാൻ ഇവിടേക്ക് പോകാനായിട്ട് ഫോക്കസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ പിയേഴ്സൺ വ്യൂ എക്സാം എഴുതുക അല്ലെ. സോ പൊതുവെ ഒരു ധാരണയുണ്ട് പിയേഴ്സൺ വ്യൂ എക്സാം എന്ന് പറയുന്നത് അത് കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആണ്, അപ്പോൾ അത് എഴുതിയാൽ കിട്ടില്ല എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ ഒരു മിഥ്യാധാരണയാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിച്ച് നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ബേസിക്കലി എന്തുകൊണ്ടാണ് യൂഷ്വലി ഇത് ടഫായിട്ട് എല്ലാവരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതിൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അത് പരിചയമാക്കാൻ എന്താ വഴി അല്ലേ, നമ്മൾ അത് പഠിക്കുക, കൂടുതലായിട്ട് പഠിക്കുക, അതുകൂടാതെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സോ ദാറ്റ് എന്താണ്, അത് നമുക്ക് പരിചയമായിക്കൊള്ളും അല്ലെ. പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എക്സാമിന് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. സോ നമുക്ക് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിയേ, നമ്മൾ ആദ്യം നോക്കുന്നത് നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ ഒരു സിനാരിയോ തന്നിട്ടുണ്ട് അല്ലെ. 65-year-old male underwent ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് അല്ലെ. നോക്കി, ഇവിടെ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി ആണ് ഈ പറയുന്ന പേഷ്യന്റ് അണ്ടർഗോ ചെയ്തത് കേട്ടോ. ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി 3 days ago. He now suddenly complains of shortness of breath, chest pain on inspiration and a feeling of anxiety അല്ലെ പേഷ്യന്റ്. നോക്കിയേ, ശ്രദ്ധിച്ച് വായിക്കണേ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്, അതുകൂടാതെ പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ഉണ്ട് ഓൺ ഇൻസ്പിറേഷൻ അല്ലെ. നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ഉണ്ട് ആൻഡ് ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഉത്കണ്ഠ പേഷ്യന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വൈറ്റൽ സൈൻസ് നോക്കിയപ്പോഴത്തേക്ക് നോക്കിയാൽ ഹിസ് റെസ്പിറേറ്ററി റേറ്റ് ഈസ് 30 breaths per minute, heart rate is 118 beats per minute, and the oxygen saturation is 88% on room air, and the BP blood pressure is 95/60 millimeters of mercury. He has been bedridden most of the times in surgery. The physician suspects a pulmonary embolism അല്ലെ. നോക്കിയ പേഷ്യന്റ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ഇപ്പോഴത്തെ കംപ്ലൈൻസ് എന്ന് പറയുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ചെസ്റ്റ് പെയിൻ ഓൺ ഇൻസ്പിറേഷൻ, ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി. വൈറ്റൽ സൈൻസ് നോക്കിയാൽ നോക്കി റെസ്പിറേറ്ററി റേറ്റ് നമുക്കറിയാം അല്ലെ, ഒരു 12 to 16 മാക്സിമം 20 ഒക്കെ പോകുന്ന റെസ്പിറേറ്ററി റേറ്റ് ഇവിടെ എത്രയാണ്, 30 ആണ്. നോർമലി 100 വരെ പോകാവുന്ന ഹാർട്ട് റേറ്റ് നോക്കി ഇവിടെ എത്രയാണ്, 118 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. സാച്ചുറേഷൻ നമുക്കറിയാം അല്ലെ, 96 to 100 ആണ് യൂഷ്വലി നോർമൽ പറയുക ഓൺ റൂം എയർ, അതിവിടെ 88 ആണ്. അപ്പം എല്ലാ പാരാമീറ്റേഴ്സും ഓൾട്ടേർഡ് ആണ്. BP 120/80 എന്നൊക്കെ നമ്മൾ നോർമൽ BP പറയുന്നത് ഇവിടെ പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ ആണ് 95/60 അല്ലെ. സോ ഇവിടെ ഫിസിഷ്യൻ എന്താ സസ്പെക്ട് ചെയ്യുക, പേഷ്യന്റ് പൾമിനറി എംബോളിസം ആണ് സസ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിൽ. ഇത് ബേസിക്കലി ഒരു കേസ് സ്റ്റഡി പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി ഈ സീരീസിൽ എന്താണ് ചോദിക്കുക, ഇത് റിലേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക കേട്ടോ. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, വാട്ട് ഈസ് എ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് എ പൾമിനറി എംബോളിസം അല്ലെ. ഒരു പൾമിനറി എംബോളിസത്തിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ എ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ് ടിഷ്യൂ ഡ്യൂ ടു ഇൻഫെക്ഷൻ, ഓപ്ഷൻ ബി കൊളാപ്സ് ഓഫ് ആൽവിയോളി ലീഡിംഗ് ടു ഹൈപ്പോക്സിയ, ഓപ്ഷൻ സി obstruction of a pulmonary artery by a blood clot or other material, ഓപ്ഷൻ ഡി അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ ക്യാവിറ്റി കേട്ടോ. അപ്പൊ ഇവിടെ സ്ട്രൈറ്റ് അവേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഈസിയാണ്, പക്ഷെ നമുക്ക് ഇതുമായിട്ട് വലിയ പരിചയമില്ലാത്തത് കൊണ്ടാണ്. എനിവേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പൾമിനറി എംബോളിസം എന്താണ് എന്നുള്ളത്. നമുക്കൊരു അനിമേഷന്റെ സഹായത്തോടു കൂടി ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, യെസ്, നമുക്ക് ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ പൾമിനറി എംബോളിസം എന്താണ് എന്നുള്ളത് നോക്കിക്കേ ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടു നോക്കാം. സോ ദാറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയാൽ ഈ എംബോളിസം എന്ന് പറയുന്നത് എന്താണ്, അതൊരു മൂവിങ് ക്ലോട്ട് ആണല്ലേ. നോക്കി, ഇതുപോലെ മൂവ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ക്ലോട്ടിനെയാണ് നമ്മൾ എംബോളിസം അല്ലെങ്കിൽ എംബോള എന്ന് പറയുക. സോ നോക്കിയാൽ ആ എംബോള എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ നമ്മുടെ ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഹാർട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, അവിടെ നിന്ന് നമ്മുടെ പൾമിനറി ആർട്ടറീസിലേക്ക് പോകുന്നു അല്ലെ. പൾമിനറി ആർട്ടറീസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് നമ്മുടെ
പൾമിനറി ആർട്ടറി ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ കയറിയിട്ട് അത് ഒബ്സ്ട്രക്ട് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഏരിയയിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ കിട്ടാണ്ട് വരും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി അതിനെ പറയാറുണ്ട് പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോക്കി നമ്മൾ ഇങ്ങനെ ഇൻഹേൽ ചെയ്യുന്നു അല്ലെ, അപ്പൊ നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻ എത്തുന്നു, അവിടെ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ലങ്സിലേക്ക് വരുന്ന ബ്ലഡ് ഉണ്ട് അല്ലെ, സോ ആ ബ്ലഡിലേക്ക് ഓക്സിജൻ കലരുന്നത് യൂഷ്വലി പറയുന്ന നമ്മുടെ പൾമിനറി സർക്കുലേഷനിലാണ് ആ സംഭവം നടക്കുക അല്ലെ, നമ്മുടെ ലങ്സ് വഴി പൾമിനറി സർക്കുലേഷനിലാണ് നടക്കുക. സോ ഒരു ഏരിയ ഇതുപോലെ നോക്കിയാൽ ഒബ്സ്ട്രക്ട് ആയി കഴിഞ്ഞാൽ, ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ ആയിട്ട് ഓക്സിജനേഷൻ നടക്കാണ്ട് വരും. സോ ഇങ്ങനെ ഓക്സിജനേഷൻ നടക്കാത്തത് കൊണ്ടാണ് എന്താ സംഭവിച്ചത്, നമ്മുടെ പേഷ്യന് സാച്ചുറേഷൻ എത്രയായിരുന്നു റൂം എയറിൽ 88% അല്ലെ, നോർമൽ 96 to 100 ആകേണ്ട സാച്ചുറേഷൻ 88% ആയി. അപ്പൊ നോക്കി ഈ ഒരു സൈഡിലെ ലങ്സിൽ ഒരു ഏരിയയിൽ മുഴുവനായിട്ട് പെർഫ്യൂഷൻ നടക്കുന്നില്ല, അതിൽ ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കാണെങ്കിൽ ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ പേഷ്യന്റ് എന്താണ് ആങ്സൈറ്റി ഉണ്ടായത്. അത് റിലേറ്റ് ചെയ്തിട്ടാണ് പേഷ്യന്റ് ബാക്കിയുള്ള സിംറ്റംസ്, പേഷ്യന്റ് ടക്കിക്കാർഡിയ അല്ലെ, ഹാർട്ട് റേറ്റ് കൂടിയിട്ട് വന്നു, റെസ്പിറേറ്ററി റേറ്റ് കൂടിയിട്ട് വന്നു അല്ലെ, പേഷ്യന്റ് BP കുറഞ്ഞിട്ട് വന്നു. സോ ഇതൊക്കെ യൂഷ്വലി ഈ പറയുന്ന പൾമിനറി എംബോളിസം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരികെ പോകാം. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കൃത്യമായിട്ട് വായിച്ച് അതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട്സ് എ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് എ പൾമിനറി എംബോളിസം അല്ലെ, നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, നമുക്കത് വളരെ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കൊടുക്കാനായിട്ട് കഴിയും. എന്താണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലേ. നോക്കിയേ, ഒബ്സ്ട്രക്ഷൻ ഓഫ് എ പൾമിനറി ആർട്ടറി ബൈ എ ബ്ലഡ് ക്ലോട്ട് ഓർ അതർ മെറ്റീരിയൽ കേട്ടോ. യൂഷ്വലി പൾമിനറി ആർട്ടറിക്ക് ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, പൾമിനറി എംബോളിസം എന്ന് പറയുക. എംബോളി എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു മൂവിങ് ക്ലോട്ട് അല്ലെ, അതൊരു മൂവിങ് ക്ലോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ എംബോളിസം എന്ന് പറയുക, അല്ലെങ്കിൽ എംബോളി എന്ന് പറയുക. നോക്കിയ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ് ടിഷ്യൂ ഡ്യൂ ടു ഇൻഫെക്ഷൻ എന്താ പറയുക, നമ്മളതിനെ ന്യൂമോണിയ എന്ന് പറയും അല്ലെ, ന്യൂമോണിയ അല്ലെ, ന്യൂമോണിയ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയ കൊളാപ്സ് ഓഫ് ദ ആൽവിയോളി ലീഡിങ് ടു ഹൈപ്പോക്സിയ അല്ലെ, കൊളാപ്സ് ഓഫ് ലങ് ആൽവിയോളി നമ്മൾ എന്താ പറയുക, അറ്റലക്ടാസിസ് എന്ന് പറയും അല്ലെ, അറ്റലക്ടാസിസ് അല്ലെ, അറ്റലക്ടാസിസ് അല്ലെ. അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ ക്യാവിറ്റി അല്ലെ, പ്ലൂറൽ ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും, നമ്മൾ അതിനെ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും അല്ലെ, പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും അല്ലെ. ഓക്കെ, നമുക്കപ്പം ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസിന്റെയും ആൻസർ നമുക്ക് കിട്ടി അല്ലേ. അപ്പൊ പ്ലൂറൽ എഫ്യൂഷൻ എന്നാണ് നമ്മൾ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ ക്യാവിറ്റി നമ്മൾ പറയുക. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? നമുക്ക് നോക്കിയേ ഇതിന്റെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുപോലെയാണ് നമുക്ക് യൂഷ്വലി കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് കിട്ടുക കേട്ടോ. നോക്കിയേ, വിച്ച് റിസ്ക് ഫാക്ടർ മോസ്റ്റ് ലൈക്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് പേഷ്യൻസ് കണ്ടീഷൻ. നമുക്ക് തന്നിരിക്കുന്ന കേസ് സിനാരിയോയിലെ പേഷ്യന് എന്ത് റിസ്ക് ഫാക്ടർ ആണ് ഈ പറയുന്ന പൾമിനറി എംബോളിസത്തിലേക്ക് നോക്കിയാൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? യൂസ് ഓഫ് ജനറൽ അനസ്തേഷ്യ, ഓപ്ഷൻ ബി അഡ്വാൻസ്ഡ് ഏജ്, ഓപ്ഷൻ സി ഇമ്മൊബിലിറ്റി ആഫ്റ്റർ സർജറി, ഓപ്ഷൻ ഡി ആന്റിബയോട്ടിക് തെറാപ്പി. കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലെ, പേഷ്യന്റ് ബെഡ് റിഡൺ ആയിരുന്നു അല്ലെ ഫോർ ദ പാസ്റ്റ് 3 days. അപ്പൊ നോക്കിയാൽ എന്തുകൊണ്ടായിരിക്കാം, നോക്കിയാൽ ഓപ്ഷൻ സി അല്ലെ, ഇമ്മൊബിലിറ്റി ആഫ്റ്റർ സർജറി, സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള ഇമ്മൊബിലിറ്റി കാരണമാണ് നമ്മുടെ പേഷ്യന് എന്ത് സംഭവിച്ചത്, പൾമിനറി എംബോളിസം അല്ലെ, പൾമിനറി എംബോളിസം സംഭവിച്ചത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാൽ ഇതേ സിനാരിയോയിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ priority nursing action when pulmonary embolism is suspected. നോക്കിയേ, പൾമിനറി എംബോളിസം നമ്മൾ സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന എന്താണ്, പ്രയോറിറ്റി നഴ്സിംഗ് ആക്ഷൻ, പ്രയോറിറ്റി നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി എന്താണ്? നോക്കിയേ, ഓപ്ഷൻ ഈസ് പൊസിഷൻ ദ പേഷ്യന്റ് ഫ്ലാറ്റ് ആൻഡ് റിയസസ്, ഓപ്ഷൻ ബി ഇനിഷ്യേറ്റ് ഹൈ ഫ്ലോ ഓക്സിജൻ ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി, ഓപ്ഷൻ സി എൻകറേജ് ഡീപ് ബ്രീത്തിങ് ആൻഡ് കോഫിംഗ് എക്സസൈസ്, ഓപ്ഷൻ ഡി സ്റ്റാർട്ട് IV ഫ്ലൂയിഡ്സ് ഫോർ ഹൈഡ്രേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നോക്കിയാൽ പ്രയോറിറ്റി നഴ്സിംഗ് ആക്ഷൻ ആണ് അല്ലേ. സോ നമുക്കറിയാം പ്രയോറിറ്റിയിൽ നമ്മൾ എപ്പോഴും എന്താ പറയുക, യെസ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ABC അല്ലേ, ABC നമ്മൾ പറയാറുണ്ട് അല്ലെ, ABC പറയാറില്ലേ. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, പേഷ്യന് ശ്വാസം മീൻസ് ഡിസ്നി ഉണ്ട്, പേഷ്യന് സാച്ചുറേഷൻ 88 ആണ്. സോ വി ഹാവ് ടു ഗിവ് എന്താ ഹൈ ഫ്ലോ ഓക്സിജൻ ആൻഡ് വി ഹാവ് ടു നോട്ടിഫൈ ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ emergency. This is considered as an emergency, so we have to notify the physician immediately. So അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഡസ് ദ ടേം ടക്കിപ്നിയ മീൻ? നോക്കിയേ, ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണല്ലേ, പക്ഷെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഇരിക്കും നമുക്ക് എത്രത്തോളം കറക്റ്റ് ആക്കാൻ കഴിയും എന്നുള്ളത് കേട്ടോ. വാട്ട് ഡസ് ദ ടേം ടക്കിപ്നിയ മീൻ? ടക്കിപ്നിയ എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്ഷൻ എ ഇറഗുലർ ഹാർട്ട് റേറ്റ്, ഓപ്ഷൻ ബി ഫാസ്റ്റ് റെസ്പിറേറ്ററി റേറ്റ്,
above normal. Option C, shallow breathing. Option D, decreased oxygen saturation. എന്താണ്? Yes. Tachypnea. Tachy means എന്താണ്? Tachy എന്ന് പറഞ്ഞാൽ increased ആണ്. Pnea means something related to നമ്മുടെ റെസ്പിറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നിയ എന്ന് പറയുക അല്ലേ? കേട്ടോ, റെസ്പിറേഷൻ. അപ്പൊ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയേ, ഫാസ്റ്റ് റെസ്പിറേറ്ററി റേറ്റ് എബോവ് നോർമലിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മളെ ടക്കിപ്നിയ എന്ന് പറയുക. വളരെ സിമ്പിൾ അല്ലേ? യെസ് അല്ലേ? നോക്കിയേ, വളരെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എത്രത്തോളം കറക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, അഗൈൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് മോസ്റ്റ് ഡെഫിനിറ്റീവ് ഫോർ കൺഫേമിങ് പൾമിനറി എംബോളിസം. നോക്കിയേ, ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണേ. നോക്കിയാൽ മോസ്റ്റ് ഡെഫിനിറ്റീവ് കേട്ടോ, മോസ്റ്റ് ഡെഫിനിറ്റീവ് ഫോർ കൺഫേമിങ് പൾമിനറി എംബോളിസം. ഒരു പൾമിനറി എംബോളിസം കൺഫേം ചെയ്യാനായിട്ട് മോസ്റ്റ് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? ഓപ്ഷൻ എ ചെസ്റ്റ് എക്സ്റേ, ഓപ്ഷൻ ബി ECG, ഓപ്ഷൻ സി പൾമിനറി CT പൾമിനറി ആൻജിയോഗ്രഫി, ഓപ്ഷൻ ഡി ABG ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കി, ഇതൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? യെസ്, എന്താണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ? CT പൾമിനറി ആൻജിയോഗ്രഫി അല്ലേ? CT നമുക്കറിയാം, നമ്മൾ യൂഷ്വലി CT സ്കാൻ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ? CT സ്കാൻ. സോ അത് നമ്മുടെ പൾമിനറി ബ്ലഡ് വെസൽസിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബേസ്ഡ് ഏജന്റ് അല്ലെങ്കിൽ ഡ്രഗ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഡൈ കൊടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നു ഏതൊക്കെ ആർട്ടറീസിലാണ് ഈ പറയുന്ന ഒബ്സ്ട്രക്ഷൻ ഉള്ളത്, എത്രത്തോളം ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന CT പൾമിനറി ആൻജിയോഗ്രഫി നമ്മൾ ചെയ്യുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. ഇതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പിയേഴ്സൺ ബി എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാക്കാൻ കഴിയും. ഓക്കെ, പേഷ്യന്റ് വിത്ത് TKR ഇസ് പ്രിസ്ക്രൈബ്ഡ് എ കണ്ടിന്യൂസ് പാസീവ് മോഷൻ മെഷീൻ അല്ലെ? പേഷ്യന്റ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പാസീവ് മോഷൻ മെഷീൻ ആണ് പേഷ്യന്റ് TKR കഴിഞ്ഞപ്പോൾ കൊടുത്തത് കേട്ടോ. ഇനി നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് എ, CPM, that is continuous passive motion machine, helps to improve the joint mobility and prevent stiffness. കേട്ടോ, ഇതെന്താണ്? ജോയിന്റ് മൊബിലിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ സ്റ്റിഫ്നെസ്സും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ബി നോക്കിയാൽ CPM റീപ്ലേസസ് ദ നീഡ് ഫോർ ഫിസിക്കൽ തെറാപ്പി. കേട്ടോ, ഫിസിക്കൽ തെറാപ്പിയുടെ ആവശ്യകതയെ ഈ പറഞ്ഞ CPM റീപ്ലേസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഈ CPM നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേഷ്യന് ഫിസിക്കൽ തെറാപ്പിയുടെ ആവശ്യമില്ല അല്ലെ? ഫിസിക്കൽ തെറാപ്പിയുടെ ആവശ്യമില്ല എന്നാ പറയുക. ഇനി നോക്കിയാൽ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ബോത്ത് A and B are correct. Option B, both A and B are incorrect. Option C, statement A is correct but statement B is incorrect. Option D, statement B is correct but statement A is incorrect. കേട്ടോ, ഇതിന് നമ്മൾ എന്താ പറയുക? ഇത് നമ്മൾ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നാട്ടോ പറയുക. ഓക്കെ, അപ്പൊ ഇതെന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്താണ് സ്റ്റേറ്റ്മെന്റ്? നമുക്ക് നോക്കാം. CPM ഹെൽപ്സ് ഇംപ്രൂവ് ജോയിന്റ് മൊബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? എന്താണ് ഈ പറയുന്ന CPM എന്നുള്ളത്? എന്താണ് ഈ പറയുന്ന കണ്ടിന്യൂസ് പാസീവ് മോഷൻ മെഷീൻ എന്നുള്ളത് അല്ലെ? ചെറിയ ഡൗട്ട് ഉണ്ടാവും. അതിന്റെ ഒരു ഇമേജ് കാണിച്ചാൽ കേട്ടോ. നോക്കിയാൽ കണ്ടിന്യൂസ് പാസീവ് മോഷൻ മെഷീൻ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയാൽ പേഷ്യന്റ് ഈ ലെഗിലാണ് ഇപ്പൊ TKR കഴിഞ്ഞിരിക്കുന്നത് എങ്കിൽ പേഷ്യന്റ് ഈ പറയുന്ന ഒരു മെഷീനിലേക്ക് വെക്കും. സോ ദാറ്റ് എന്ത് ചെയ്യും? അത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് പാസീവ് മോഷൻ മെഷീൻ എന്ന് പറയുക കേട്ടോ. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് നോക്കാം. CPM ഹെൽപ്സ് ഇംപ്രൂവ് ജോയിന്റ് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യും, സ്റ്റിഫ്നെസ് പ്രിവെന്റ് ചെയ്യുന്ന പറയുന്നത് എന്താണ്? അത് ശരിയായിരിക്കും അല്ലേ? സോ ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് A വുഡ് ബി കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ബി നോക്കിയാൽ CPM റീപ്ലേസസ് ദ നീഡ് ഫോർ ഫിസിക്കൽ തെറാപ്പി. CPM നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പേഷ്യന്റ് ഫിസിക്കൽ തെറാപ്പിയുടെ ആവശ്യമില്ലെന്നാ പറയുന്നത്. ആണോ? അല്ല അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെന്റ് ബി ഇൻകറക്റ്റ് ആണ്. നമ്മൾ CPM കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഫിസിക്കൽ തെറാപ്പി കൊടുത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ? ഓപ്ഷൻ സി അല്ലെ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മള് ഈ പറയുന്ന പിയേഴ്സൺ ബി എക്സാംസിന് ചോദിക്കുന്ന തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന ഏത് എക്സാം, GCSEയുടെ ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ ദാറ്റ് നിങ്ങൾ ഈ പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എജ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരാൻ കഴിയട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.